അല്ല അത് മാത്രമല്ല 3 ഫോൺ പുള്ളി ട്രൈ ചെയ്തു, ലൊക്കേഷനിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ച്. ഹീസ് ടോട്ടലി കൺഫ്യൂസിങ്. ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷൈനാണെന്ന്, ഒരു ആംഗിളിൽ ഞാൻ നോക്കിയപ്പോൾ ഫഹദാണെന്ന് വിചാരിച്ചു. യു ആർ ടോട്ടലി കൺഫ്യൂസിങ്. രാഹുൽ മാധവ് ഇന്നോവയിൽ പോകുമ്പോൾ രാഹുൽ മാധവ് വിചാരിച്ചു. അപ്പോൾ എനിക്ക് രാഹുൽ മാധവിനെ അറിയാം, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നിത്യമേനോൻ കാണിച്ചു. അത് കഴിഞ്ഞ് പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ പരിചയപ്പെടുത്തി, ഇത് അനിലാൻഡോ ഒരു SI ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഷൈനാണെന്ന്. അപ്പോൾ നിത്യ പറഞ്ഞു ഹീസ് ടോട്ടലി കൺഫ്യൂസിങ്. ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷൈനാണെന്ന്, ഒരു ആംഗിളിൽ ഞാൻ നോക്കിയപ്പോൾ ഫഹദാണെന്ന് വിചാരിച്ചു. യു ആർ ടോട്ടലി കൺഫ്യൂസിങ്. അപ്പം അങ്ങനെ പല സാമ്യം പലരും പറയുന്നുണ്ട്. പക്ഷെ അഭിജിത്ത് പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസും ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല അത് മാത്രമല്ല 3 ഫോൺ പുള്ളി ട്രൈ ചെയ്തു, ലൊക്കേഷനിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ച്. പുതിയ ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഇനി വാങ്ങിക്കാനുള്ള ഇതില്ല. അഭിജിത്ത് പറഞ്ഞു നമുക്ക് നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പേഴ്സണലി ഞാനത് താല്പര്യപ്പെടാത്ത ഒരാളാണ്. കാരണം ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. പിന്നെ തന്നെയല്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മിമിക് ചെയ്തിട്ട് നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം അഭിജിത്തിൻ്റെ ഈ സ്ക്രിപ്റ്റും സിനിമയും അഭിജിത്ത് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു.